നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരമാണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. സോ ചെന്നൈയിൻ FC ആണ് എതിരാളികൾ. സോ ചെന്നൈയിൻ FCയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് 3 മത്സരങ്ങൾ തോറ്റിട്ടാണ് ഈ ഒരു മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ വാശിയേറിയ പോരാട്ടമായിരിക്കും നാളെ നടക്കാൻ വേണ്ടി പോവുക. സോ ചെന്നൈയിൻ FCയുടെ ഏറ്റവും വലിയ അപകടകാരി എന്ന് പറയുന്നത് അവരുടെ വിദേശ നിര തന്നെയാണ്. കാരണം ഡിഫൻസിലാവട്ടെ അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലാവട്ടെ പക്ക സ്ട്രോങ് ആണ്. സോ മുന്നേറ്റ നിരയിലുള്ള ജോർദാൻ വിൽമറയാണ് ഏറ്റവും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസിന് തലവേദനയാകാൻ വേണ്ടി പോകുന്നത്. കാരണം അദ്ദേഹം ഇതുവരെ ചെന്നൈയിൻ FCക്ക് 8 മാച്ചിൽ നിന്നും 6 ഗോളുകൾ നേടിക്കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹമാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്ന ചീമയായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസ് കുറച്ച് വേർക്കുക തന്നെ ചെയ്യും. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അവരുടെ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള വിൻസി ബാരറ്റോ ആൻഡ് ഫറൂഖ് ചൗധരി ആൻഡ് ഇർഫാൻ തുടങ്ങിയിട്ടുള്ള വിങ് താരങ്ങളും ആദ്യ ഇടയിലുണ്ടെങ്കിൽ പക്ക സ്ട്രോങ് ആണ് ചെന്നൈയിൻ FC. സോ അത് നമ്മൾ ജംഷഡ്പൂർ FCക്കെതിരെയും നമ്മൾ കണ്ടതാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് കുറച്ചും കൂടി സ്ട്രോങ് ആവണം. കാരണം ചെന്നൈയിൻ FC പോലുള്ള ഒരു ടീമിനെതിരെയാണ് കളിക്കുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഡിഫൻസിൽ ചെറിയ എറേഴ്സുകൾ വന്നു കഴിഞ്ഞാൽ ഗോളുകൾ അടിച്ചു കൂട്ടാൻ ചെന്നൈയിൻ FCക്ക് കഴിയും. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡിൽ എന്തായാലും ഇപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ലൂണയും അതുപോലെ തന്നെ കൊയ്ഫും ഉള്ള ഒരു കോംബോ ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാലും മുന്നേറ്റ നിരയിൽ പെപ്ര ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു മത്സരം വിജയമുണ്ടാവട്ടെ.